ഇവിടെ ആദരിച്ച വ്യക്തിത്വങ്ങൾ, പ്രിയ നേതാക്കൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ സദസ്സിനെ വീക്ഷിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സ്വീകരണ യോഗങ്ങൾ ഓരോന്നും എൻ്റെ മനസ്സിന് ഏറെ സംതൃപ്തി തന്ന നടപടിക്രമങ്ങളാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താനും ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. അങ്ങ് അകലെ നിന്ന് ജീവിക്കാൻ മാർഗം തേടി അമേരിക്കയിലെത്തിയ നിങ്ങൾ ഇവിടുത്തെ നാഥന്മാരായി മാറുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരിക്കുന്ന ഉന്നതസ്ഥാനീയർ നമ്മുടെ നാടിൽ നിന്ന് വന്നവർ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗങ്ങളായി മാറുന്നു എന്ന് പറയുമ്പോൾ ഒരഭിമാനിക്കാൻ ഏറെ വകയുണ്ട് നമുക്ക് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ നല്ല മനസ്സ് ജീവിക്കുന്നിടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വികാരം ഒരു ചലനമാക്കി ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നടക്കുന്ന നിങ്ങളെ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. എവിടെ ചെന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഒരു വികാരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഞാനതിനെ നോക്കിക്കാണുകയാണ്. 7 കടൽ താണ്ടിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ വികാരം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ യാദൃശികമായിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഇതുവരെ കരുതിയ അമേരിക്കയല്ല ഇന്ന് ഈ അമേരിക്ക എന്നെനിക്ക് ബോധ്യം വരികയാണ്. അത്ഭുതത്തോടെയാണ് ഞാൻ ഈ അമേരിക്കയെ നോക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരു നല്ല സങ്കല്പം എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അമേരിക്കയുടെ വലിപ്പവും അമേരിക്കയുടെ മാന്യതയും അമേരിക്കയുടെ അന്തസ്സും ഞാൻ നേരിട്ട് മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ മറ്റൊരു കണ്ണിൽ കാണാതെ, വേർതിരിച്ചു കാണാതെ, ഈ രാജ്യത്തെ പൗരനെ എങ്ങനെ കാണുന്നുവോ അതുപോലെ കാണുന്ന ഒരു മനസ്സിൻ്റെ ഉടമസ്ഥത അമേരിക്കൻ ഭരണകൂടത്തിനുണ്ട് എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും എനിക്ക് അമിതമായ സന്തോഷം ഉണ്ടാവുകയാണ്. ഞാൻ 2-3 ജോലിയില്ലാത്ത 2-3 നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ചെറുപ്പക്കാരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവരും സംതൃപ്തരാണ്. അവർക്ക് ജോലിയില്ല, വരുമാനമില്ല, പക്ഷേ അവർക്ക് വരുമാനം സർക്കാർ കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനൊരു ഗവൺമെൻറ് ഉണ്ടോ ഈ ലോകത്തെവിടെയെങ്കിലും? പട്ടിണി കിടക്കുന്നവൻ്റെ പരിപട്ടം മാറ്റാൻ ഒരു ഗവൺമെൻറ് മുൻകൈയെടുക്കുക, രോഗം വന്നാൽ ചികിത്സ സൗജന്യമായി നൽകാൻ തയ്യാറെടുക്കുക, ജോലി നഷ്ടപ്പെട്ടാലും ശമ്പളം കൊടുക്കുക, എന്തു പ്രശ്നം വന്നാലും സഹായത്തിന് നിങ്ങളോടൊപ്പം ഒരു ഗവൺമെൻറ് നിൽക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു റോൾ മോഡലാണ് അമേരിക്ക എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു റോൾ മോഡലാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിനകത്തുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി ഒരു പുതിയ ശക്തിയായി അമേരിക്കയെ ഞാൻ നോക്കിക്കാണുകയാണ്. സ്വന്തം പൗരന്മാരെ വേർതിരിച്ച് കാണാതെ വരുന്നവരെ എല്ലാം സ്വന്തം പൗരന്മാരായി കാണുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് വലിയ മനസ്സിൻ്റെ ഉടമസ്ഥർക്കേ അത് സാധിക്കൂ. ആ മനസ്സിൻ്റെ ഉടമസ്ഥത അമേരിക്കയിലെ ജനങ്ങൾക്കും നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ എങ്ങനെയാണാവോ നാം കരുത്താർജിച്ചത് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതിനെ തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല. ഇന്ത്യ രാജ്യം നിലനിൽക്കുന്ന കാലം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകൂ. ഞാൻ നിങ്ങൾക്കിവിടെ ഇന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു, വരുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വി വിൽ കം ബാക്ക്, കോൺഗ്രസ് വിൽ കം ബാക്ക്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീവ്രമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ നാട്ടിലെത്തിയാൽ ഒരാഴ്ചക്കുള്ളിൽ സമരാഗ്നി എന്ന് പറയുന്ന ജാഥ ഞാൻ ആരംഭിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തെയും BJP സർക്കാരിൻ്റെ ഭരണത്തെയും നമുക്ക് തുറന്നു കാട്ടി ജനമനസ്സിൽ ജനാധിപത്യത്തിൻ്റെ ഇല്ലത്തൊട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹവും ഞങ്ങളുടെ വിശ്വാസവും. ആ വിശ്വാസം നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു കേരളത്തിലെ ഒരു ഭരണം, ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ ചരിത്രം അറിയുന്നവരാ നിങ്ങളെല്ലാ ആളുകളും.
നാട്ടിലുള്ളപ്പോഴും രാഷ്ട്രീയം അറിയാം, നാട്ടിലില്ലാത്തപ്പോഴും നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നവരാണ്. കേരളത്തിൽ എന്തെങ്കിലും ഇതുപോലൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടുണ്ടോ? ഇടതുപക്ഷം നേരത്തെ കേരളം ഭരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ മുഖ്യമന്ത്രിമാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? അവരാരും പിണറായി വിജയൻ ആയിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇത്രയും ധിക്കാരത്തിൻ്റെ, ഇത്രയും അഴിമതിയുടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒറ്റ ലക്ഷ്യമേ അദ്ദേഹത്തിനുള്ളൂ: പണം, പണം, പണം എന്നതിനപ്പുറത്ത് മറ്റൊരു അജണ്ടയില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യത്തേതാണ്. ഒരുപക്ഷെ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരുപക്ഷെ ഇതുപോലെ ഒരു കറുത്ത മുഖത്തിൻ്റെ ഉടമസ്ഥനെ കാണാൻ നമുക്ക് സാധിക്കില്ല. മനസ്സും കറുപ്പാണ്, ഹൃദയവും കറുപ്പാണ്, എല്ലാം കറുപ്പാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ള എത്രയോ ആളുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ തോമസ് ഐസക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ജി സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ MA ബേബിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സ്വന്തം പാർട്ടിക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ CPM-ൽ? ഇക്കുറി മാത്രമാണ്. പിണറായി വിജയൻ്റെ പ്രതികാര നടപടിയൊന്നും ഗൗനിക്കാതെ രൂക്ഷമായി വിമർശിച്ച് 2, 3 അല്ല 4, 5 നേതാക്കന്മാർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്വന്തം പാർട്ടിയെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പാർട്ടി നേതൃത്വത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പൊള്ളരുതായ്മ കൊണ്ടാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ്. എന്തിനാ ജയിലിൽ പോയത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ല, വിമോചന സമരം നടത്തിയിട്ടല്ല, ജനങ്ങളുടെ പക്ഷത്തിന് വേണ്ടി പോരാടിയിട്ടല്ല, അഴിമതി നടത്തിയിട്ടാണ്. ഭവന നിർമ്മാണ പദ്ധതിയിൽ കോടികൾ വെട്ടിപ്പ് നടത്തിയതിനാണ് ശിവശങ്കരൻ ജയിലിൽ പോയത്. ഞാൻ ചോദിക്കുന്നു, എന്തേ ശിവശങ്കരൻ മാത്രം? ശിവശങ്കരൻ പ്രാവർത്തികമാക്കിയ ഫയലിൽ ഒപ്പുവെച്ചവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. കോടികൾ തട്ടിയെടുത്ത അഴിമതിയുടെ തുടക്കം മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അദ്ദേഹം ഒപ്പിട്ട ഫയലാണ് ശിവശങ്കരൻ നടപ്പിലാക്കിയത്. ആ ശിവശങ്കരനെ ED അന്വേഷിച്ച് കേസിൽ പ്രതിയാക്കി ജയിലിലടക്കുമ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ ED കേസെടുത്തില്ല? സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് പരാതി വന്നു, കള്ളപ്പണം കടത്തിയെന്ന് പരാതി വന്നു, കോടാനുകോടികൾ തട്ടിയെടുത്തു എന്ന ഒരുപാട് പരാതികൾ ശ്രീ പിണറായി വിജയന്റെ പേരിൽ വന്നു. നമ്മുടെ പ്രിയപ്പെട്ടനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഓരോ അഴിമതി ആരോപണങ്ങളും കാമ്പുള്ളതാണ്, കഴമ്പുള്ളതാണ്, തെളിവുള്ളതാണ്. എന്നിട്ട് പോലും ഒരൊറ്റ കേസിൽ പോലും പ്രതിയാക്കാൻ കേന്ദ്രത്തിന്റെ പോലീസ്, കേന്ദ്രത്തിന്റെ ED അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ CBI പിണറായി വിജയനെതിരെ നടപടി എടുത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ അവിശുദ്ധതയുടെ കൂട്ടുകെട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാ: കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നാണ് BJPയുടെ ആഗ്രഹം. കോൺഗ്രസ് രഹിത ഭാരതം, കോൺഗ്രസ് വിമുക്ത ഭാരതം, അതാണ് BJPയുടെ മുദ്രാവാക്യം. കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവണമെങ്കിൽ അവിടെ CPM ഭരിക്കാൻ വരണം. BJP ആണ്ട് പറഞ്ഞാലും BJPക്ക് അവിടെ അധികാരത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് BJPക്ക് അറിയാം. ആൾക്കൂട്ടം BJPയോടൊപ്പം ഇല്ല, ജനമനസ്സിന്റെ പിന്തുണ BJPക്ക് ഇല്ല, അവർക്ക് ഭരണകക്ഷിയാവാൻ സാധിക്കില്ല, അവർക്ക് MP ആവാനും MLA ആവാനും സാധിക്കില്ല എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് വരാതിരിക്കാൻ BJPക്ക് CPM-ന് സപ്പോർട്ട് കൊടുക്കുന്നിടത്ത് BJP കടന്നു പോകുന്നു എന്ന ഒരു യാദൃശ്ചികമായ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അങ്ങനെ ഒരു അന്തർധാര കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെയുള്ള കേസുണ്ടല്ലോ, സുപ്രീം കോടതിയിലെ കേസ്, അദ്ദേഹത്തിനെതിരെ വന്ന 27 തവണ ആ കേസ് മാറ്റി വെച്ചു. 27 തവണ മാറ്റിവെച്ചു. ഒരു തവണ ആ കേസ് എടുത്താൽ പിണറായി വിജയൻ ജയിലിൽ പോകും, ഉറപ്പാ. പക്ഷേ ആ കേസെടുക്കാൻ BJPയുടെ കേന്ദ്രഭരണം സമ്മതിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പിണറായി വിജയനെ എല്ലാ തലത്തിലും പ്രൊട്ടക്ട് ചെയ്യുന്നത് BJPയാണ്. ഒരുപാട് കേസുകൾ CPM-നെതിരെ, BJP അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ആ കേസൊന്നും ED വരുന്നില്ല. പിണറായി വിജയനെ തൊടാൻ ED തയ്യാറില്ല. അതുപോലെ തന്നെ കേന്ദ്ര പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ തയ്യാറല്ലാത്ത സാഹചര്യം ഉണ്ടായത് കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമാണ്. സുരേന്ദ്രൻ, BJP പ്രസിഡന്റ് സുരേന്ദ്രൻ കള്ളപ്പണം കൊണ്ടുപോയി, പോലീസ് അവിടെ കേസെടുത്തു. ആ പോലീസ് കേസെടുത്തെങ്കിലും ആ കേസ് കൊണ്ടുപോയില്ല, മുൻപോട്ട് പോയില്ല. എന്തുകൊണ്ട്?
പിണറായി വിജയനെ സഹായിക്കുന്ന BJPയുടെ പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ പിണറായി വിജയനും തയ്യാറായി. അങ്ങനെ പിണറായി വിജയൻ കൊടുക്കുന്നു, പിണറായി വിജയൻ വാങ്ങുന്നു. ആ ഒരു നടപടിയിലൂടെ പിണറായി വിജയൻ പോകുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാം, സ്വന്തം പാർട്ടിക്കാർക്ക് ഇതറിയാം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അമർഷങ്ങൾ അതിശക്തിമത്തായി ജനമനസ്സുകളിൽ വേരുറക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. കോൺഗ്രസിനെ തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല ഇന്ത്യയിൽ. BJPക്ക് സാധിക്കുമോ കോൺഗ്രസിനെ തകർക്കാൻ? BJPയുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ? BJPയുടെ രാഷ്ട്രീയ പാരമ്പര്യം വർഗീയ രാഷ്ട്രീയ പാരമ്പര്യമാണ്. ആ വർഗീയ മണിപ്പൂർ നിങ്ങൾക്കറിയാം. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? മണിപ്പൂരിൽ നടത്തിയത് മുഴുവൻ വർഗീയ കലാപമല്ലേ? ആ വർഗീയ കലാപത്തിന്റെ പിറകിൽ BJP അല്ലേ? ഈ വർഗീയ കലാപം നടന്ന് എത്രയോ പള്ളികൾ തകർത്തു, എത്രയോ ആളുകളെ വെട്ടിനുറുക്കി കൊന്നു, എത്രയോ ആളെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് പോലും ഒരു ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു നാവിൽ പരാമർശിക്കാൻ അവർ തയ്യാറായില്ല. ഒരു വാക്കുകൊണ്ട് അതിനെ അപലപിക്കാൻ ആ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ മണിപ്പൂർ സംഭവം, ആവർത്തിച്ച സംഭവം, അത് പ്രധാനമന്ത്രിയുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ടുള്ള സംഭവം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ വർഗീയമാണ്. ആ വർഗീയത നിങ്ങൾക്കറിയാം എന്തിന്റെ വർഗീയതയാണ് എന്ന്. ആ വർഗീയത അവിടെ അഴിഞ്ഞാടുമ്പോൾ അതിന് പരോക്ഷമായി പിന്തുണ കൊടുത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ നാട് ഒരു ഛിന്ന ഭിന്നമായ നാടാ. നാട്ടുരാജ്യങ്ങളുടെ ഒരു സങ്കലനമാണ്. ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ്, ഇവിടെ ജാതികൾ വ്യത്യസ്തമാണ്, ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ്, ഇവിടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ഇവിടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. വൈരൂപ്യത്തിൻ്റെയും അതുപോലെ തന്നെ വൈവിധ്യത്തിൻ്റെയും നാടാണ് ഈ ഭാരതം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോകത്തിലാരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കും എന്ന് കരുതിയിട്ടില്ല. ഏറെക്കാലം ഇന്ത്യ നിലനിൽക്കുമെന്ന് ലോകത്തിലെ ഒരു രാഷ്ട്രവും കരുതിയിട്ടില്ല, ഒരു രാഷ്ട്രഭരണകർത്താക്കളും കരുതിയിട്ടില്ല, ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാ പത്രങ്ങളിലും പറഞ്ഞത് ഇന്ത്യ നിലനിൽക്കില്ല. ഈ മതപരമായ സംഘർഷം ഉണ്ടാവാം, ജാതീയമായ സംഘർഷം ഉണ്ടാവാം, ഭാഷാപരമായ സംഘർഷം ഉണ്ടാവാം, സാംസ്കാരിക സംഘർഷം ഉണ്ടാകാം. ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒന്നായി കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഭരണരംഗത്ത് പരിണിതപ്രജ്ഞനല്ലാത്തൊരു പ്രധാനമന്ത്രിക്ക് സാധിക്കില്ലെന്ന് വിശ്വസിച്ചവരാ ലോകം. മാധ്യമങ്ങൾ എഡിറ്റർ കോളം എഴുതിയിട്ടുണ്ട്. ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം എഴുതിയ എഡിറ്റർ കോളത്തിന്റെ കോപ്പി ഇന്നും എൻ്റെ ആൽബത്തിലുണ്ട്. ആ ആൽബത്തിൽ എഴുതിയിരിക്കുന്ന എഡിറ്റർ കോളത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ വിൽ റൂയിൻ എന്നാണ്, ഇന്ത്യ തകരുമെന്നാണ്. പക്ഷേ നമ്മൾ തകർന്നില്ലല്ലോ. 10-76 വർഷക്കാലം ഇന്ത്യൻ സ്വാതന്ത്ര്യം നിലനിന്നില്ലേ? എന്നുകൊണ്ടാണ് നിലനിന്നത്? ആരാണ് ഇതിനെ നിലനിർത്തിയത്? ആരാണ് ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ കോർത്തിണക്കിയ കണ്ണി? ആരാണ്? BJP ആണോ? ഇടതുപക്ഷമാണോ? മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഐതിഹാസിക പ്രസ്ഥാനമാണ്, ഗാന്ധിജിയുടെ പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത് അഹിംസാ സമരം നടത്തിയ ബാപ്പുജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കുന്ന കണ്ണി. എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഹിന്ദുവിനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വിശ്വാസം, മുസൽമാനിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൈനനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൂതനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ഈ വികാരമാണ് ഇന്ത്യ രാജ്യത്തെ കോർത്തിണക്കുന്ന കണ്ണി എന്ന് നിങ്ങൾ ഓർക്കണം. കോൺഗ്രസ് എന്ന് തകരുന്നുവോ അന്ന് ഇന്ത്യ തകരും എന്ന യാഥാർത്ഥ്യബോധത്തിന്റെ മുൻപിൽ വേണം നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ. അതുകൊണ്ട് അകലെ നിന്ന് ഈ അമേരിക്കയിൽ വന്ന് ജീവിക്കാൻ വന്ന നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം കത്തിജ്വലിക്കുന്നു എന്ന് തൊട്ടറിയുന്നതിൽ എനിക്ക് നിങ്ങളുടെ അഭിമാനമുണ്ട്, എനിക്ക് നിങ്ങളുടെ ബഹുമാനമുണ്ട്, എനിക്ക് നിങ്ങളുടെ ആദരവുണ്ട്. ഈ രാഷ്ട്രത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ സജീവമാണ്, സക്രിയമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഭംഗിയായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം നമുക്ക് അനുകൂലമാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നടത്താൻ പോകുന്ന നമ്മുടെ സമരാജ്ഞി
കേരളത്തിലെ ജനമനസ്സിന്റെ അകത്ത് തീക്കോരിയിട്ടുകൊണ്ടുള്ള യാത്രയായിരിക്കും അതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും പിൻബലവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാനും കാണാനും ഇവിടെ OICC ഉണ്ടാക്കാനും അതിനുവേണ്ടി ചാപ്റ്ററുകൾ ഉണ്ടാക്കാനും ഏറെ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വിദേശത്ത് നിന്ന് കോൺഗ്രസിനെ ഇതുപോലെ തൊട്ടുതലോടുന്ന ഒരു വലിയ ജനസമൂഹം എനിക്ക് ആത്മവിശ്വാസം പകരുന്നു എന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നു. ഇനിയും നിങ്ങളുടെ പിന്തുണയും പിൻബലവും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും നിങ്ങളോടൊപ്പമുണ്ട്. മനസ്സിവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള വികാരങ്ങൾ മനസ്സിന്റെ അകത്ത് താലോലിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി ഞങ്ങൾ കേരളത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് തന്നുകൊണ്ട് കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയ ഈ സന്ദർഭത്തിൽ ഇതിന്റെ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.